ഇന്ന് പെരുന്നാള് ഓരോ അവസരങ്ങളിലും നമ്മൾ മദ്യത്തെ കൂടുതൽ കൂടുതൽ എടുക്കാനുള്ള അവസരങ്ങൾ എന്തെങ്കിലുമൊക്കെ പേരിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരം ദിവസങ്ങളൊക്കെ പഴയ മദ്യപാന കാലഘട്ടത്തിലെ ദിവസമൊക്കെ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ വല്ലാതെ മദ്യപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉള്ള ഒരു ദിവസം തന്നെ ആയിരുന്നു. ഇന്ന് അതിൽ നിന്നൊക്കെ മാറി വളരെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇങ്ങനെ ജീവിതം നയിക്കാൻ ഒരു അവസരം കിട്ടിയെന്നുള്ളത് ഈ കൂട്ടായ്മയുടെ യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ചിന്തിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് സന്തോഷകരമായ ആനന്ദകരമായ ഒരു സ്വതന്ത്ര ജീവിതം ജീവിക്കാനുള്ള ഒരു അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ആൽക്കഹോളിക്സ് അനോണിമസ് കണ്ടെത്തിയതും ഇതിനകത്ത് വരാനൊരു അവസരം ഉണ്ടായതും അമിതമായ മദ്യപാനം മൂലമാണ്. മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഒരു പരിധി വരെ കുറച്ച് മദ്യം ഒന്ന് നിയന്ത്രിച്ച് കുടിക്കാനോ അല്ലെങ്കിൽ മദ്യത്തെ ഒന്ന് മാറ്റി നിർത്താനോ ഈ രണ്ടാഗ്രഹത്തോടു കൂടി തന്നെയാണ് കൂട്ടായ്മയിൽ വന്നത്. അതിനപ്പുറത്ത് മറ്റു പ്രശ്നങ്ങളൊന്നും നമ്മൾ ആ വന്ന സമയത്ത് കണ്ടിരുന്നില്ല എന്നുള്ളതാണ് പൊതുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അനുഭവങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് എന്റെ മറ്റു പ്രശ്നങ്ങൾക്കൊന്നും സാരമായ കേടുപാടുകളൊന്നും പറ്റിയിരുന്നില്ല എന്നുള്ളതായിരുന്നു ഞാൻ കരുതിയിരുന്നത്. എനിക്ക് എന്റെ കുടുംബത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. കുട്ടികൾ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. കൊച്ചുകുട്ടികളാണ്. എന്റെ തൊഴിൽപരമായ കാര്യം എന്റെ സ്ഥാപനം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. എന്റെ ഒരു ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വലുതായിട്ട് ബാധിച്ചിട്ടില്ല. അപ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ എനിക്ക് കുടി മാത്രം, അത് വലിയ പരിക്കളൊന്നുമില്ല, എന്നാൽ കുടി ഒരു അനിയന്ത്രിതമായി നിയന്ത്രിക്കാൻ കഴിയാത്ത രീതി, അനിയന്ത്രിതമായെന്നൊരു വാക്കുപോലും അന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നെ കൊണ്ട് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഇച്ചിരി നിയന്ത്രണക്കുറവുണ്ട്. ചില സമയങ്ങളിലൊക്കെ ഒരു ഇച്ചിരി കൂടി പോകുന്നു എന്നുള്ളൊരു തോന്നൽ മാത്രമായിരുന്നു ഞാൻ കടന്നു വരുമ്പോഴത്തേക്ക്. പക്ഷേ എനിക്ക് മുന്നോട്ട് പോകാൻ മറ്റൊരു അവസരവും ഇല്ല എന്നുള്ളതും വാസ്തവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂട്ടായ്മയിൽ ഇത്തരം എന്തെങ്കിലും മാർഗം, കൂട്ടായ്മ തിരക്കിയൊന്നും ഇറങ്ങിയ ആളല്ല, എങ്ങനെയെങ്കിലും മദ്യം ഒന്ന് നിയന്ത്രിക്കണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ട് പോവുകയും പക്ഷെ ഒടുവിൽ ആൽക്കഹോളിക്സ് അനോണിമസ് കണ്ടെത്തി കഴിഞ്ഞപ്പോഴാണ് ഇതൊരു രോഗമാണെന്ന് കാര്യങ്ങളൊക്കെ. അപ്പോഴും എൻ്റെ ഉള്ളിലുള്ള ഒരു ധാരണ എനിക്ക് കുടി മാത്രമേ ഉള്ളൂ, മറ്റ് തലങ്ങളിലൊക്കെയും ഞാൻ ഓൾമോസ്റ്റ് ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഒട്ടും ഒരിടത്തും വിട്ടുകൊടുക്കാനൊന്നും തയ്യാറല്ലാതെ മറ്റൊരു കുഴപ്പമില്ല, കുടി മാത്രമാണ് എൻ്റെ പ്രശ്നം. അതുകൊണ്ട് കുടി അങ്ങോട്ട് ഒഴിവാക്കാനോ നിർത്താനോ കുറയ്ക്കാനോ ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളായി മാറും എന്നൊക്കെയാണ് ഞാൻ അന്ന് കരുതിയിരുന്നത്. അപ്പൊ ആ ഒരു പോരായ്മ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടായ്മയിൽ വന്നത്. എന്തായാലും കൂട്ടായ്മയിൽ വന്നതിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റി. എന്നെ ബാധിച്ചിരിക്കുന്നത് ഒരു മാരകമായ രോഗമാണെന്നൊക്കെ ആദ്യമായിട്ട് അത്തരത്തിൽ കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പൊ എനിക്ക് ഈ അനിയന്ത്രിതമായി ഞാൻ കുടിക്കുന്നതിന് കാരണമായി തീർന്നത് എന്നിലുള്ള രോഗാവസ്ഥ കൊണ്ടാണ്. അപ്പൊ എന്നെ പോലൊരാളിന് ഒരിക്കലും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല. കുടി ഒഴിവാക്കേണ്ടതുണ്ട്. അതിന് ഞാൻ മാറ്റിവെക്കുക അല്ലെങ്കിൽ കുടിക്കാതിരിക്കുക എന്നുള്ള മാത്രമാണ് മാർഗം. പല ആവർത്തി പല രീതിയിലും കുടിക്കാതിരിക്കാനൊക്കെ ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്നെങ്കിലും അതിനു വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുകയൊക്കെ ചെയ്തെങ്കിലും അതൊന്നും ഫലവത്താവാതെ വീണ്ടും കുടിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥയെന്നാണ് കൂട്ടായ്മയിൽ വരുന്നത്. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ വന്നതിന് ശേഷം അന്നേ ദിവസം തന്നെ എനിക്ക് ആ കുടി അങ്ങോട്ട് മാറ്റിവെക്കാൻ ഇവിടെ പറ്റി എന്നുള്ളതാണ്. അത് ആൽക്കഹോളിക്സ് അനോണിമസ് പറഞ്ഞു തന്ന ചില മാർഗങ്ങളാണ്. അതുവരെ ഈ പറഞ്ഞ തൊട്ട് പലരും എന്നോട് എൻ്റെ കുടിയെ പറ്റിയുള്ള ഒരു മോശമായ അഭിപ്രായം, ഇങ്ങനെ കുടിക്കരുത്, കുടി മതിയാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കുടിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇങ്ങനെ കുടിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് തന്നെ കുടി നിർത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ കുറയ്ക്കേണ്ടതുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഞാൻ എൻ്റെ കുടിയൊന്ന് നിർത്തുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത്? എനിക്ക് അതിനെപ്പറ്റി മാത്രം ഒരു ധാരണയില്ല. എന്നോട് ഈ സ്നേഹത്തോടുകൂടി പറഞ്ഞവരാർക്കും അത് പറഞ്ഞുതരാൻ അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ എത്തിയ അന്നേ ദിവസം തന്നെ എനിക്ക് കുടിയെ മാറ്റിവെക്കാൻ എനിക്കൊരു അവസരം കിട്ടി എന്നുള്ളതാണ്. അതിനവിടെ വളരെ ലളിതമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയും. ഇന്നൊരു ദിവസമെങ്കിലും ഒന്ന് കുടിയിൽ മാറിയിക്കാമോ എന്നൊക്കെ പറഞ്ഞ് അത്തരം കാര്യങ്ങളൊക്കെ കേട്ടു. ഓരോരുത്തരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അതിനകത്തൊരു പ്രതീക്ഷയ്ക്ക് ഒരു അവസരം കിട്ടി. അങ്ങനെ തന്നെയാണ് കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റിയത്. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, അങ്ങനെ മാസങ്ങളിലേക്ക് കടന്നപ്പോഴത്തേക്ക് കുടി മാറി. ആ കുടിച്ചുകൊണ്ടിരുന്നതിന്റെ ആ ഒരു ക്രേവിങ്ങും അത്തരം കാര്യങ്ങളിലൊക്കെ ആദ്യ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ പിന്നൊന്നുമില്ല. 24 മണിക്കൂറും കുടിയെ പറ്റി മാത്രമുള്ള ചിന്തകൾ, എന്ത് കാര്യത്തിന്റെ ഒടുവിൽ ഒന്നിച്ചിരി കുടിച്ചാൽ എന്താ എന്നൊരു തോന്നൽ വരുന്നൊരവസ്ഥ. ഒരല്പം ടെൻഷൻ വന്നാൽ കുടിക്കണമെന്ന് തോന്നും, ഒരല്പം സന്തോഷം വന്നാൽ കുടിക്കണമെന്ന് തോന്നും. ഞാൻ കൂട്ടായ്മയിലാണ്, കുടിയൊക്കെ മതിയാക്കിയിട്ട് പോകുന്ന ഒരു സമയം തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും കുടിക്കണം എന്നുള്ള ഇത്രയും ദിവസമായില്ലേ, ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് അല്ലെങ്കിൽ 2 മാസമായിട്ട് ഞാൻ കുടിക്കാതിരിക്കുന്നില്ല. അപ്പൊ എനിക്ക് ഇനി വേണമെങ്കിൽ ഒരു അല്പം കുടിച്ചാൽ എന്താന്നൊരു തോന്നല്
അപ്പോൾ ഇനി ഞാൻ കുടിച്ചാൽ ആരും അറിയത്തില്ല എന്നൊരു തോന്നൽ. മറ്റേ 24 മണിക്കൂർ ഇവൻ കയറി കുടിച്ചോണ്ട് നടക്കുകയാണല്ലോ എന്ന് ആൾക്കാരുടെ ആ ഒരു ചോദ്യത്തിനൊക്കെ മറുപടിയായി. കാര്യം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കുടിക്കുന്നില്ല. അപ്പൊ ഇപ്പം ഞാൻ കയറി കുടിച്ചു കഴിഞ്ഞാൽ ആരും അറിയത്തില്ലല്ലോ എന്നുള്ള ചിന്ത, ഇത്തരം പല കാര്യങ്ങളൊക്കെ ഉള്ളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഞാൻ കുടിക്കുന്നില്ലായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിരുന്നു. അപ്പൊ എന്റെ ഉള്ളിൽ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ എന്റെ കുടി മാറ്റി വെച്ചു, ഞാൻ സോബറായി, സുബോധത്തിലേക്കായി. ഞാനിപ്പോ എന്റെ ജീവിതം സന്തോഷമാണ്. പക്ഷേ അവിടെയൊക്കെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകൾ എനിക്ക് സംഭവിക്കുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. എന്നിൽ നിന്നും കുടി എടുത്ത് മാറ്റപ്പെട്ടു. ഞാനിപ്പോൾ കുടിക്കുന്നില്ല. ഞാൻ നിരന്തരം മീറ്റിങ്ങിൽ പോകുന്നുണ്ട്. എന്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ കൈകാര്യം ചെയ്തു തുടങ്ങി. ജോലിക്ക് അത് കൃത്യമായിട്ട് പോകുന്നു. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ എവിടെയൊക്കെയോ എന്തൊക്കെയോ പരിമിതികളുള്ളത് അല്ലെങ്കിൽ പോരായ്മകൾ എനിക്ക് സംഭവിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോ കുടിക്കാത്ത ഞാൻ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് പരിപൂർണമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണ അളവിൽ ഒരു സന്തോഷമൊന്നും ജീവിതത്തിൽ കാണുന്നതായിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ സന്തോഷം ഇല്ലായ്മ എന്നൊരു അവസ്ഥ പറയാൻ പറ്റുന്നില്ല. പക്ഷെ എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നം എന്നിൽ നേരിടുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. എന്റെ സംസാരത്തില്, എന്റെ പ്രവൃത്തിയിൽ, എന്റെ ചിന്തയിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉള്ളതായിട്ട്, കുടിച്ചിരുന്നപ്പോ പെരുമാറുന്നത് പോലുള്ള സ്വഭാവങ്ങൾ ഞാൻ ചിലപ്പോഴെങ്കിലും ഒക്കെ പിന്നീടും കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നല്. അപ്പോഴെന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന, ഞാൻ ഒരു കാര്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, ഞാൻ പ്രവർത്തിക്കുന്ന രീതി, എന്റെ ഭാഷ, അത്തരം കാര്യങ്ങളൊക്കെ മദ്യപിക്കാതിരുന്ന സമയത്തും എന്നിലൂടെ കടന്നു പോകുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോ അവിടെയാണ് ഞാൻ മദ്യപിക്കാതിരുന്നപ്പോഴത്തേക്ക് കൃത്യമായി ഞാൻ സുബോധത്തിലെത്തിയോ, ഞാൻ സോബർ ആണോ എന്ന ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ വന്നത്. ആ സമയത്ത് തന്നെ എനിക്ക് ഒപ്പം കൂടെ യാത്ര ചെയ്യുന്ന ഒരു ചില വ്യക്തികളിൽ നിന്നും അവരുടെ സ്വഭാവത്തിലെ ചില പ്രത്യേകതകൾ കണ്ടെത്തിയിട്ട് അവർക്ക് എന്താണ് പ്രത്യേകതയെന്ന് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ആൽക്കഹോളിക്സ് അനോണമസിന്റെ പ്രോഗ്രാമാണ് അവരെ അത്തരത്തിലേക്ക് ഒരു മാറ്റത്തിന് അവസരം ഒരുക്കിയത്. ഇത്തരത്തില് ചിന്തയിലും എന്നെ പിടികൂടിയിരിക്കുന്ന രോഗം ത്രീ ഫോൾഡ് ഡിസീസ് ആണ്, ഫിസിക്കൽ അലർജിയാണ്, മെന്റൽ ഒബ്സഷൻ ആണ്, സ്പിരിച്വൽ മാലഡിയാണ്, ആത്മീയമായിട്ടുള്ള ഒരു പാപ്പരത്വം മൂലവും മാനസികമായിട്ടുള്ള വിധേയപ്പെടൽ കൊണ്ടും ശാരീരികമായിട്ടുള്ള ഒരു അലർജിയുടെ ഭാഗമായിട്ടും ആണ് എന്നിൽ ഈ രോഗം ഉള്ളതെന്നും അത്തരം കാര്യങ്ങളെ ഞാൻ ക്രമപ്പെടുത്തേണ്ടതുണ്ട്. അതിന് എന്നെ സഹായിക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം ആണെന്നും അത്തരത്തിൽ പ്രോഗ്രാം പരിശീലിക്കാൻ തയ്യാറായി കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ഇന്നത്തെ ഈ ടോപ്പിക്കിൽ പറയുന്ന ഹാപ്പി, ജോയസ് ആൻഡ് ഫ്രീ ലൈഫ് നമുക്ക് തീർച്ചയായിട്ടും ആസ്വദിക്കാൻ കഴിയുള്ളൂ. സന്തോഷകരമായ, ആനന്ദകരമായ, സ്വതന്ത്ര ജീവിതം നയിക്കുന്നതിന് തീർച്ചയായും നമ്മൾ പാലിക്കേണ്ട, അല്ലെങ്കിൽ അതല്ല എങ്കിൽ കുടിക്കാതിരിക്കുമ്പോൾ കിട്ടുന്നതല്ല യഥാർത്ഥ സുബോധമൊന്നും. അതിനപ്പുറത്ത് ഇന്ന് മദ്യത്തിൽ നിന്ന് മാറി ജീവിക്കുമ്പോൾ സന്തോഷകരമായിട്ട് കാര്യങ്ങളെ സന്തോഷകരമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസ്ഥ ഒരു പടിയൂടി കടന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ആനന്ദകരമായ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം. അതും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട് പറയുമ്പോൾ സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള ഒരു അവസരം, അത് ജീവിക്കാനുള്ള ഒരു അവസരം. അപ്പൊ സന്തോഷകരമായിട്ട്, ആനന്ദകരമായിട്ട്, സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം മദ്യമില്ലാത്ത കാലഘട്ടത്തിൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മദ്യപാനം നിർത്തിയതോടുകൂടി ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമായി എന്ന് പറയുന്നത് അല്ല. അതിനപ്പുറത്ത് വെറും മദ്യമില്ലായ്മയല്ല, സന്തോഷകരവും സ്വതന്ത്രവുമായ ജീവിതം നയിക്കാനുള്ള ഒരു അവസരം കണ്ടെത്തലാണ് ശരിയായ സുബോധാവസ്ഥ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റി എന്നുള്ളതാണ്. അതെനിക്ക് തിരിച്ചറിയുന്നതിന് അത്തരത്തിൽ ജീവിതം ക്രമപ്പെടുത്തിയ ഒരു പിടി ആൾക്കാരെ കാണാൻ പറ്റിയപ്പോഴാണ്. അതുവരെ ഞാൻ ആദ്യ ദിവസങ്ങളിൽ തന്നെ കണ്ട കുടി മാറ്റി വെച്ചു, കുടി മാറ്റി വയ്ക്കുക, ഇന്നത്തേക്ക് മാറ്റി വയ്ക്കുക, ഇന്നത്തേക്ക് മാറ്റി വയ്ക്കുക എന്നുള്ള ക്രമത്തിൽ കുടിയെ മാറ്റി നിർത്തി കൂട്ടായ്മകളുടെ യാത്ര ചെയ്തപ്പോഴത്തേക്ക് മദ്യമില്ലാത്ത ജീവിതം നയിക്കാൻ കഴിഞ്ഞെങ്കിലും വെറും മദ്യമില്ലായ്മയല്ല, അതിനപ്പുറത്ത് എനിക്ക് എൻ്റെ ചിന്തകളിലും പ്രവൃത്തികളിലൊക്കെ ഒരു സ്വാതന്ത്ര്യവും സന്തോഷവും, ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷവും എന്നെ തൊട്ട് ആനന്ദകരമായ ഒരു അവസ്ഥ ജീവിതത്തിൽ എത്തിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യം കണ്ടെത്തേണ്ടതുണ്ടെന്നുള്ള ഒരു കാര്യം. അത്തരം സാഹചര്യങ്ങളിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായും കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ, എൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ഭർത്താവായിട്ട്, ഒരു മകനായിട്ട്, ഒരു അച്ഛനായിട്ട്, സഹോദരനായിട്ട്, അത്തരം കാര്യങ്ങളൊക്കെ. മറ്റേത് ആൽക്കഹോളിക്സ് അനോണിമസ് കണ്ടെത്തുന്നതിന് മുമ്പേ ഉള്ള ഒരു സ്വാർത്ഥ ചിന്താഗതി ഉണ്ടായിരുന്നു. എനിക്ക് മറ്റാരുടെയും കാര്യങ്ങളൊന്നും അറിയണ്ട, എൻ്റെ കാര്യങ്ങൾക്ക് മാത്രമാണ് ഞാൻ എപ്പോഴും പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരുന്നത്. അവിടെ എനിക്ക് ബുദ്ധിമുട്ടാവുന്ന തരത്തിൽ വരുന്നവരെ എല്ലാം വെട്ടിനിരത്തുക, അല്ലെങ്കിൽ എൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ ഒതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല തന്ത്രങ്ങളും മെനഞ്ഞിരുന്നു.
അവിടെ ഞാനൊരു നല്ല മകനായിട്ടും നല്ല അച്ഛനായിട്ടും നല്ല ഭർത്താവായിട്ടും നല്ല സഹോദരനായിട്ടും ഒക്കെ ഞാൻ കൈകാര്യം ചെയ്തിരുന്നെങ്കിലും അടിസ്ഥാനപരമായി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് സ്വാർത്ഥത മാത്രമായിരുന്നു ഞാൻ വെച്ചു പുലർത്തിയിരുന്നത്. അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി കൃത്യമായ അളവിൽ ഓരോ ബന്ധങ്ങളിലും ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യത്തെ പരിപാലിക്കാനുള്ള ഒരു അവസരം. മറ്റത് മദ്യപിച്ചിരുന്ന സമയത്ത് സ്വാർത്ഥത കൊണ്ട് തന്നെയാണ് ഞാൻ മദ്യപിച്ചിരുന്നെങ്കിലും ഏറ്റവും വലിയ ആ വിപത്തിന് അടിമപ്പെടുന്നത് ഞാൻ തന്നെയാണെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. ഞാൻ മദ്യം കഴിക്കുന്നത് മൂലം എൻ്റെ കുടുംബത്തിനും എനിക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോഴും ഞാനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയും എൻ്റെ മദ്യപാന ശീലം കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് എനിക്ക് അറിയാമെങ്കിലും ഞാൻ എൻ്റെ സ്വാർത്ഥത കൊണ്ട് തന്നെയാണ് ഞാൻ മദ്യപിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് അപകടം സംഭവിച്ചുകൊണ്ടിരുന്നത് വ്യക്തിപരമായി എനിക്ക് തന്നെയാണ് എന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ്. എൻ്റെ ആരോഗ്യം തന്നെയാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്വാർത്ഥ താല്പര്യം വെച്ച് പുലർത്തിയിരുന്നതെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിനകത്തുള്ള കൃത്യമായ യാത്രയിൽ എനിക്ക് എൻ്റെ ആരോഗ്യത്തെ എൻ്റെ സെൽഫിഷ് ആയിട്ടുള്ള ആ സെൽഫ് കൺസേൺ സെൽഫ് ഓറിയന്റഡ് സെൽഫിഷ് പ്രോഗ്രാം എന്നൊക്കെ പല തലങ്ങളിൽ നമ്മൾ ഇത് പറയുമ്പോൾ അതിന്റെ കൃത്യമായ അർത്ഥത്തിലേക്ക് എത്താൻ എൻ്റെ ആരോഗ്യവും എൻ്റെ സൗന്ദര്യവും ഒക്കെ എനിക്ക് പരിപാലിക്കാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന ഒരു അവസ്ഥ. പണ്ടൊക്കെ ചിലപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. പക്ഷെ മദ്യപാനത്തിന്റെ തീവ്രവും തീക്ഷ്ണമായ അവസ്ഥകളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയോ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ കൈവിട്ട് കളഞ്ഞതിനെ കൂട്ടായ്മ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങൾ മനസ്സിലാക്കി കൃത്യമായ ജീവിതയാത്ര തുടങ്ങുമ്പോഴത്തേക്ക് അത് തുടരുമ്പോഴത്തേക്ക് ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ കൃത്യമായി നോക്കാൻ അതുപോലെ തന്നെയാണ് തൊഴിൽ രംഗത്ത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ. ഈ പറഞ്ഞ രീതിയിൽ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തൊഴിലിനോടൊക്കെ വളരെ എന്താ പറയാ താല്പര്യം കാണിച്ചിരുന്ന ഒരാളാണ്. 17-18 വയസ്സായപ്പോൾ തന്നെ തൊഴിൽ തുടങ്ങിയ ഒരാളാണ്. സ്വയം തൊഴിലായിട്ട് തുടങ്ങിയതാണ്. പിന്നീട് അത് എസ്റ്റാബ്ലിഷ് ആയി ജീവിതമായ മാർഗമായി മാറുകയും അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ചു കൊണ്ടുവന്ന ഒരു സ്ഥാപനമായി മാറ്റാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തൊഴിലിനോട് വല്ലാത്ത ഒരു മമതയും സ്നേഹവും ഒക്കെ വെച്ചു പുലർത്തിയിരുന്ന ഒരാളാണ്. പക്ഷെ അവസാന നാളുകളിൽ കുടിയുടെ ആ ഒരു പാരമ്യത്തിൽ തൊഴിലിനോട് പോലും നീതി പുലർത്താത്ത അവസ്ഥയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മദ്യത്തിൽ നിന്ന് മാറി ഇത്തരത്തിലെ കാര്യങ്ങൾ കൃത്യമായി കഴിഞ്ഞപ്പം ആ തൊഴിലിനോടും ആ ബഹുമാനവും ആ ഒരു കൃത്യനിഷ്ഠയൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റി. മോറോവർ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യുന്നതിലും എനിക്ക് മെച്ചപ്പെടാൻ പറ്റി എന്നുള്ളതാണ്. അത് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു മെച്ചപ്പെടലല്ല, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം ഉൾക്കൊണ്ട് മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ പറ്റുമ്പോഴത്തേക്ക് ജീവിതത്തെ 3 തലങ്ങളിൽ ക്രമപ്പെടുത്താൻ പറ്റിയപ്പോൾ കുടുംബത്തിന്, തൊഴിലിന്, കൂട്ടായ്മയ്ക്ക് അത്തരത്തിൽ സമയത്തെ കൃത്യമായി വേർതിരിച്ച് വേണ്ട രീതിയിൽ ചെയ്യാനുള്ള ഒരു അവസരം വന്നപ്പോൾ സാമ്പത്തികമായിട്ടും മെച്ചപ്പെടാൻ തുടങ്ങി. സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തായിട്ട് സാമ്പത്തികം കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. മറ്റേ കയ്യിൽ വന്നു ചേരുന്ന പണം ഏത് രീതിയിലാണ് വിനിയോഗിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയൊന്നും ഈ അനിയന്ത്രിതാവസ്ഥ പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലുണ്ടായിരുന്നു. മദ്യപിച്ചതിന് ശേഷം കണ്ണിൽ കാണുന്ന സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൂട്ടി അതൊന്നും ഉപയോഗമുള്ളതാണോ ഉപയോഗമില്ലാത്തതാണോ അതോ അത് എനിക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എവിടെ കണ്ടാലും എന്ത് കണ്ടാലും വാങ്ങിക്കുകയും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഈ അനിയന്ത്രിതാവസ്ഥ അല്ലെങ്കിൽ ആർത്തി പിടിച്ചൊരവസ്ഥ പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നതിനെ ക്രമപ്പെടുത്താൻ കൃത്യമായ യാത്രയിൽ മദ്യത്തെ അങ്ങോട്ട് മാറ്റി നിർത്തി എന്ന് പറഞ്ഞപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അങ്ങ് പൂർണ്ണമായിട്ടും ശരിയായെന്നൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇത്തരം കാര്യങ്ങളിൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നോക്കി നടത്താനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ കൃത്യമായി നോക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ തൊഴിലില് കാര്യമായ ഇടപെടൽ നടത്തുകയും തൊഴിലിനെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ പറ്റിയപ്പോൾ സാമ്പത്തികം കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസരവും കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റി എന്നുള്ളതാണ്. അത് അപ്പൊ വെറും മദ്യമില്ലായ്മയല്ല, സന്തോഷകരവും സ്വതന്ത്രവുമായ ഒരു ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കാര്യങ്ങൾ ഇത്തരത്തിൽ പറഞ്ഞവയെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ്. മദ്യാസക്തിയുടെ കാലത്ത് ജീവിതത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഭയവും കുറ്റബോധവും ഒരൊറ്റപ്പെടലും ഇതൊക്കെയായിരുന്നു ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ. 24 മണിക്കൂർ ഒരു ഭയത്തിന്റെ നിഴലിലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോ നേരത്തെ ഒരു സുഹൃത്ത് ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞ അത് എന്റെ ജീവിതാനുഭവമാണ്.
മദ്യപിച്ചതിന് ശേഷം എപ്പോഴാണെങ്കിലും ഏത് സമയത്താണെങ്കിലും അവസാന സമയങ്ങളിൽ വളരെ കലശലായിട്ടുണ്ടായിരുന്നു. മദ്യപിച്ച് കഴിയുമ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന ഒരു ശീലം, അല്ലെങ്കിൽ എന്നെ വിളിക്കുന്ന കോളിൽ ഞാൻ അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ എനിക്കൊരു പ്രിന്റിംഗ് പ്രസ്സാണ്, പ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വർക്കിന്റെ കാര്യമൊക്കെ അടുത്ത ദിവസം രാവിലെ വിളിച്ചിട്ട് ഇപ്പോൾ വന്നില്ലല്ലോ, പറഞ്ഞില്ലല്ലോ, കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴാണ് തലേന്ന് രാത്രി വിളിച്ച കാര്യം പോലും ഞാൻ ഓർമ്മയിൽ വരുന്നത്. അവർ പറഞ്ഞിട്ടായിരിക്കും അറിയുക. കോൾ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ 10-15 മിനിറ്റ് ഡ്യൂറേഷനിൽ ഒരു കോൾ കിടക്കുന്നതാണ്, പക്ഷെ എന്റെ ഓർമ്മയിൽ അതില്ല. അത്തരം ഒരു കോൾ വന്നതായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ എനിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉള്ളിടത്ത്, അതായത് വർക്കിന്റെ ഒക്കെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പേയ്മെന്റ് ഒക്കെ കിട്ടാനുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും പെൻഡിങ്ങിലൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് മദ്യപിച്ച് കഴിയുമ്പോൾ അവർ വിളിച്ച് പൈസ ചോദിക്കുന്ന അവസ്ഥ, അത്തരം അവിടെ ഒരു സംസാരവും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം, ഒരു വല്ലാത്തൊരു വയലന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. ആ സമയങ്ങളിൽ മദ്യപിച്ച് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ഈ കാര്യം ഓർമ്മയിൽ വരുന്ന ഒരു അവസ്ഥ. പിന്നീട് അതിന്റെ പേരിലുള്ള ഭയപ്പാട്, പിന്നീട് കുറ്റബോധം. ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, എനിക്ക് തന്നെ അറിയാം ഞാൻ ആ സമയത്ത് ഒരിക്കലും വിളിക്കാൻ പാടില്ലാതെ, പക്ഷെ ആ സമയത്ത് എന്നെ വിളിച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ. ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പൊ ഭയപ്പാടിന്റെ ഒക്കെ കാരണം എപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടായിരുന്ന ഒരു അവസ്ഥ മദ്യപിക്കുന്ന സമയത്തുകൊണ്ട്. അതിന്റെ കാരണം ശാരീരികമായിട്ടുള്ള അലർജിയാണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അതിന്റെ വളരെ വിശദമായി നമ്മൾ നേരത്തെയൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. കൃത്യമായ ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ മാനസികമായിട്ടുള്ള നമ്മളുടെ അത്തരത്തിലുള്ള ഒരു ഭയപ്പാടിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ ഭയം ഉള്ളിൽ എപ്പോഴും അന്തർലീനമായ ഒരു ശരീരം കൂടെ ആണ് നമ്മുടേത്. നമ്മുടെ ശരീരത്തിൽ അത്തരത്തിൽ അഡ്രിനാലിൻ പോലുള്ള ഹോർമോണുകൾ, കോർട്ടിസോളും അഡ്രിനാലിനും പോലുള്ള ഹോർമോണുകൾ താളം തെറ്റി പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് അനാവശ്യമായിട്ട് ഈ ഭയവും അതിനോടനുബന്ധിച്ച് വയലൻസും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം ഉള്ളിലൊരു ഭയം തോന്നുകയും പിന്നെ ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുകയും ദേഷ്യപ്പെടുകയും ഒരു വാശിയോടുകൂടി പെരുമാറുകയും എടുത്തെറിയുകയും പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമൊക്കെ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിന് കാരണമായി തീരുന്നത് നമ്മുടെ ശരീരത്തിലെ ഇത്തരം ഹോർമോണുകളുടെ, ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ്. അവിടെയാണ് നമ്മുടെ ഫിസിക്കൽ അലർജി പ്രവർത്തിക്കുന്നതുള്ളൂ. അപ്പൊ അത്തരത്തിലൊരു ഭയമുള്ള ശരീരമാണ് നമ്മളുടേത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു മനസ്സാണ് നമ്മളുടേത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയത്തിൽ നിന്നും മുക്തി നേടേണ്ടതുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് അഭയം പ്രാപിക്കുക എന്നുള്ളതാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അഭയം പ്രാപിക്കേണ്ട ദൈവത്തിലാണ്, അല്ലെങ്കിൽ ആ ഹയർ പവറിലാണെന്നൊക്കെ ഉള്ള ഒരു കാര്യം തിരിച്ചറിയാൻ പറ്റിയതെങ്കിൽ, അതിനു മുമ്പ് ഞാൻ ആ അഭയം പ്രാപിച്ചിരുന്നത് മദ്യത്തിലായിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മദ്യപിക്കാനൊക്കെ ഉണ്ടായ കാര്യങ്ങൾ എന്നുള്ളതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ ആൽക്കഹോളിക്സ് അനോണിമസിനകത്ത് എത്തിയപ്പോഴാണ് മനസ്സിലായത്. അത്തരത്തിൽ ഞാൻ ചെയ്തു കൂട്ടുന്ന ചില പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഉള്ളിലുണ്ടാവുന്ന കുറ്റബോധം, ഭാര്യയോടായാലും മക്കളോടായാലും തന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിയിട്ട് പിന്നീട് വേണ്ടിയിരുന്നില്ല, തൊഴിൽ സ്ഥാപനത്തില് ഞാനുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ ഉണ്ടാവുന്ന കുറ്റബോധം, പിന്നീട് ഉണ്ടാവുന്ന ഒറ്റപ്പെടല്. ആ ഒറ്റപ്പെടലിന്റെ രോഗമാണെന്നാണ് ആൽക്കഹോളിസത്തെ പറ്റി സുബോധ ജീവിതം പുസ്തകത്തിനകത്ത് ഒരു അധ്യായം തന്നെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ചുറ്റപ്പെട്ട് നിൽക്കുമ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്ന രീതിയിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു അവസ്ഥ, അതോടൊപ്പം ഈ തരം കാര്യങ്ങളുടെയൊക്കെ ഫലമായിട്ടുണ്ടാകുന്ന കുടുംബത്തിലെ പ്രശ്നങ്ങൾ, എപ്പോഴും വളരെ സന്തോഷമായിട്ട് മദ്യം കഴിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഉന്മാദാവസ്ഥയിൽ വളരെ വല്ലാത്ത സന്തോഷം പ്രകടമാക്കുമെങ്കിലും ആ മദ്യത്തിന്റെ ലഹരി ഇറങ്ങുന്ന മുറയ്ക്കനുസരിച്ച് ശരീരത്തിൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ, ആ സന്തോഷം പ്രദാനം ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അളവ്, ഡോപാമിൻ, ഓക്സിറ്റോക്സിൻ പോലുള്ളവയുടെ അളവ് കുറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് വല്ലാത്ത ദേഷ്യവും വിരോധവും ഒക്കെ തോന്നുകയും അതിന്റെ പേരിൽ വെറുതെ ആവശ്യമില്ലാത്ത സംസാരവും വഴക്കവും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഒരല്പം കഴിഞ്ഞിട്ട്, ചിലപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വീണ്ടും 2 പെഗ് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് വീണ്ടും സന്തോഷം വരുന്നൊരവസ്ഥ. അപ്പോഴും നമ്മൾ സന്തോഷത്തിൽ പെരുമാറുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ആ മദ്യത്തിന്റെ ലഹരി ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ശരീരത്തിലെ മദ്യത്തിന്റെ അളവ് കുറയുമ്പോൾ, ആ ന്യൂറോ ട്രാൻസ്മിറ്റർ അളവ് കുറയുമ്പോൾ വീണ്ടും നമ്മൾ വയലന്റ് ആവുന്ന ഒരവസ്ഥ. കൂടെ ജീവിക്കുന്നവർക്ക് എപ്പോഴും എന്ത് പെരുമാറുമെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഇതൊക്കെ കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാവും. കുടുംബ പ്രശ്നം മാത്രമല്ല, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ തലങ്ങളിലും നമ്മൾ ഇപ്പൊ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് കൂടെ ജീവിക്കുന്നവർക്ക് പോലും അറിയാൻ പറ്റാത്തത്, കൂടെ നിരന്തരം നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നവർക്ക് പോലും എന്റെ യഥാർത്ഥ സ്വഭാവം എന്ത്, ഇപ്പൊ ഞാൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു പോകുന്ന ഒരു ശരീരമായിട്ട് ജീവിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നത്. അപ്പൊ നമ്മളെപ്പോഴും മദ്യപിച്ചത് ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണം ഇത്തരം കാര്യങ്ങളാണെന്നുള്ള തിരിച്ചറിവുകൾ നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഇത്തരം യാത്രകളിൽ നമ്മൾ
ഇത്തരം മീറ്റിങ്ങുകളിലൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം, മദ്യപിച്ചിരുന്ന കാലയളവിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ, കാര്യം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഒരു മനസമാധാനം ഇല്ലാത്ത അവസ്ഥ എപ്പോഴും, കുടിക്കാതെ ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം. ഇതായിരുന്നു ഞാൻ കുടിച്ചിരുന്ന കാലത്തുള്ള എന്റെ അവസ്ഥ. ഭയം കൊണ്ടും കുറ്റബോധം കൊണ്ടും ഒറ്റപ്പെടൽ കൊണ്ടും പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നവും മറ്റു പ്രശ്നങ്ങൾ കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും അല്ലെങ്കിൽ സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, അറിഞ്ഞുകൂടാത്തൊരവസ്ഥ കൊണ്ടും ഒരു മനസ്സിന് സമാധാനം ഇല്ലാന്നൊരവസ്ഥ. കുടിക്കാതെ മറ്റൊരു മാർഗവും ഇല്ല, കുടിക്കാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥ. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരല്പം മദ്യം കഴിച്ചു കഴിഞ്ഞാൽ പരിഹാരങ്ങൾ കണ്ടു തുടങ്ങുന്നതായിട്ടൊരവസ്ഥ. പലപ്പോഴും ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ എന്റെ വൈഫിനോട് തന്നെ പറഞ്ഞുള്ള കാര്യം, സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ അവളോട് പറയും, ഞാൻ ഒന്ന് എന്റെ വീടിന്റെ പരിസരത്ത് ഞാനൊന്ന് നടന്നിട്ട് വരട്ടെ, ഞാനൊന്ന് കറങ്ങിയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് എന്റെ ചിന്തിക്കാൻ എനിക്കൊരു അവസരം കിട്ടും, എനിക്കൊരു അങ്ങനെ ഞാൻ ചിന്തിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ നേരെ നടന്നു വന്ന ബാറിലോട്ടായിരിക്കും. ബാറിൽ പോയി രണ്ട് പെഗ് കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ വേറൊരു മൂഡിലാവും. ഞാൻ വന്നിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞ് അത്തരത്തില്. അപ്പം നമ്മൾ എപ്പോഴും ആ ചിന്ത, അവസാനത്തെ അവസരം എന്ന് പറഞ്ഞാൽ കുടിക്കാതെ ജീവിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും എന്നുള്ളതാണ്. കുടി നിർത്തിയത് മാത്രമല്ല, അടിമത്തത്തിൽ നിന്നൊരു മോചനത്തിന്റെ അവസരം കൂടിയാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കിയെടുക്കുന്നത്. കാര്യം അത്തരം സാഹചര്യത്തിൽ ഞാൻ എത്തിപ്പെട്ടത് കുടിക്കാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും മദ്യത്തിന്റെ അല്ലെങ്കിൽ മദ്യരാജാവിന്റെ അടിമയായി പോയി എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് ഞാൻ എത്തുന്നത്. അത്രത്തോളം ആ വലിയ പ്രശ്നങ്ങളില് ആ ആ, ആ, എത്തിപ്പെട്ടിട്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ വന്ന് മദ്യത്തെ മാറ്റുന്നത്. അപ്പൊ മദ്യം മാത്രം, മദ്യം കഴിച്ചതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും മദ്യം നിർത്തുന്നതോടുകൂടി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് തിരിച്ചറിയാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതെങ്കിൽ, എയിൽ എത്തിയതിനു ശേഷം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ എത്തിയതിനു ശേഷം കിട്ടിയ മാറ്റങ്ങൾ, അപ്പൊ എനിക്ക് മദ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പ്രശ്നങ്ങളുമായിട്ട് ഞാനിങ്ങനെ ആകെ വിഷമിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. കാണുന്നതും തൊടുന്നതും പിടിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രശ്നങ്ങളായി നിൽക്കുമ്പോഴത്തേക്ക് അതിനെതിരെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ടു പോകുന്നു. ഒറ്റപ്പെടലിന്റെ രോഗം കൂടിയായപ്പോൾ ആകെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ നിന്നപ്പോഴത്തേക്കാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ എത്തിയപ്പോൾ കൂട്ടായ്മയിലുള്ളവർ എന്നോട് പറഞ്ഞു, ഒറ്റയ്ക്കല്ല, അയ്യോ നീ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്, നീ ഉറപ്പായിട്ടും രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോരാടേണ്ടതില്ല, എന്നോടൊപ്പം കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. ഇതേ പ്രശ്നം എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന, ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ആൾക്കാര് എന്റെ ഒപ്പം ഉണ്ട് എന്നുള്ളൊരു തോന്നല്. അവിടെ അവിടെ മുതലാണ് എന്റെ റിക്കവറി ആരംഭിച്ചു തുടങ്ങുന്നത്. ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ഡേ മീറ്റിംഗ് വന്നപ്പോ തന്നെ അവർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളും കൂടെ ഉണ്ട്, ഞങ്ങളുണ്ട്, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അയ്യോ ഓക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെയാണ് ഞാൻ ഒറ്റയ്ക്ക് പോരാടേണ്ടതില്ല, എൻ്റെ ഒപ്പം ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്നുള്ള തിരിച്ചറിവ് വന്നത്. അവിടെ അവര് ആദ്യമായിട്ട് അവരാണ് വന്ന അനുഭവങ്ങൾ അവർ പറഞ്ഞത്. അവരുടെ ആ തീവ്രവും തീക്ഷ്ണവുമായ കുടിച്ച കാലത്തെ അനുഭവങ്ങളും കൂട്ടായ്മയിൽ എത്തിയതിനു ശേഷം അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള മാറ്റങ്ങളും ഒക്കെ അവർ പറയാൻ തുടങ്ങിയപ്പോ എനിക്കത് വല്ലാതെ എന്നെ ഒന്ന്, രണ്ടുപേരുടെ മൈക്ക് ഓൺ ആയിരിപ്പുണ്ടേ, ആ മൈക്ക് ഒന്ന് ഓഫ് ചെയ്ത്, ഇടയ്ക്കൊന്ന് ഡിസ്റ്റർബ് വരുന്നുണ്ട്. ആ അവരുടെ അനുഭവങ്ങൾ അവർ പറഞ്ഞപ്പോഴത്തേക്ക് അത് വല്ലാതെ എന്നെ സ്വാധീനിച്ചു. അത് എന്റെ അനുഭവമായിട്ട് എനിക്ക് അതിനെ ഒന്ന് തൊടാനും കമ്പയർ ചെയ്യാനും, അവിടെ എവിടെയൊക്കെയോ ഞാനും അത് ഏറ്റു പറയാനൊക്കെ, അതിനൊക്കെ കുറച്ച് സ്വാതന്ത്ര്യങ്ങൾ മറ്റു തലങ്ങളിൽ കിട്ടുന്നുണ്ട്. എനിക്ക് അനോണിമിറ്റിയുടെ ഭാഗമായിട്ട് മീറ്റിംഗ് ഹാളിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് ചർച്ചയ്ക്ക് പോകുന്നില്ല, അത് അവിടെ കൊണ്ട് തന്നെ തീരുന്നു എന്നൊക്കെ ഉള്ള ആ ഒരു സ്വാതന്ത്ര്യമൊക്കെ ആദ്യമായിട്ട് മീറ്റിംഗിൽ വന്ന് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വളരെ നാണക്കേടുകൂടി, അയ്യോ ഞാൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും ബാറിൽ കുടിക്കാൻ കയറാൻ പറ്റുന്ന സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്, മദ്യപാനം നിർത്താൻ വേണ്ടി കൂട്ടായ്മയിലേക്ക് നടന്നു കയറുമ്പോൾ ആരെങ്കിലും കാണുമോ എന്നൊക്കെ ഉള്ള ഒരു നാണക്കേടുകൂടി കൂട്ടായ്മയിൽ കടന്നു വന്നപ്പോൾ അവിടെ പോയി നിന്നിട്ട് എനിക്ക് ഞാൻ കുടിച്ചു, ഇങ്ങനെ കിടന്നു അങ്ങനെ കിടന്നു എന്നൊന്നും എനിക്ക് പറയാനൊന്നും എനിക്ക് അതിന്റെ അഭിമാനം അനുവദിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ ദിവസങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എന്റെ കൂടെയുള്ളവര് അവരുടെ അനുഭവങ്ങൾ പറയുകയും ഇവിടെ അനോണിമിറ്റിയുടെ ഭാഗമായിട്ട് അത്തരം കാര്യങ്ങൾ പുറത്ത് ചർച്ച ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കൈ ഉയർത്തി എന്റെ അനുഭവങ്ങൾ പറയാനും തുടങ്ങിയത്. അത്തരത്തിൽ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ എന്റെ ഉള്ളിലെ ഭാരം കുറയുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് മാത്രമല്ല, എനിക്ക് ഇവിടെ ഇത്തരത്തിൽ എന്റെ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു വിഷമവും സങ്കടവും ആരോടും പറയാൻ പറ്റാതെ എനിക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല എന്താണ് എന്റെ യഥാർത്ഥ പ്രശ്നം. അത്തരത്തിൽ ഞാൻ കൊണ്ടു നടക്കുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ലഘൂകരിക്കാൻ ഒരു അവസരം. മാത്രമല്ല, ഞാൻ ആദ്യമായിട്ട് കടന്നു വന്നപ്പോൾ എങ്ങനെ കുടി നിർത്തണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തിടത്ത്
ഈ ഇന്നൊരൊറ്റ ദിവസത്തെ കാര്യം മാത്രം നോക്കി പോയാൽ മതി എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞു തന്നത് ഇതാണ്. വൺ ഡേ അറ്റ് എ ടൈം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തന്നത്. ഇന്നൊരു ദിവസത്തേക്ക് ഒന്ന് കുടി നിർത്താൻ ശ്രമിച്ചു നോക്ക്, കഴിയും, കഴിയുമെന്ന് കഴിയുമെന്നൊക്കെ പറഞ്ഞപ്പോ ഇത്തരത്തില് അതൊരു മാറ്റമായിരുന്നു എന്നുള്ളത് ആദ്യ സമയത്ത് എനിക്ക് കിട്ടിയ ഒരു മാറ്റമാണ്. ഞാൻ അന്ന് കുടിച്ചില്ല എന്നുള്ളതാ. അന്നത്തെ ദിവസം ഞാൻ കുടിച്ചില്ല. കാര്യം ഇനി എന്തായാലും കുടിക്കുന്നില്ല. ഇവർ ഇത്രയും പറഞ്ഞല്ലേ, ഇന്ന് ഞാനും ഒന്ന് നോക്കട്ടെ എന്നൊക്കെ ഉള്ള രീതിയിൽ. ഒരുപക്ഷെ ഞാൻ ഇനി അങ്ങോട്ട് ഒരിക്കലും ഞാൻ കുടിക്കുന്നില്ല എന്നൊരു തീരുമാനമാണ് അന്ന് എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്കത് കഴിയത്തില്ലായിരുന്നു എന്നുള്ളതാണ്. തൊട്ടടുത്ത ദിവസവും രാവിലെ വിളിച്ച സുഹൃത്ത് വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട്, കുടിക്കാതെ ഇന്നും വരണമെന്ന് പറഞ്ഞപ്പോ ഇന്നൊരു ദിവസത്തേക്ക് എന്നേലേ അത് പറ്റും, നോക്കാം. പക്ഷെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് രണ്ടാമത്തെ ദിവസം. പക്ഷെ എങ്കിലും കുടിക്കാതെ തന്നെ മീറ്റിംഗിലേക്ക് എത്താൻ എനിക്കൊരു അവസരം ഒരുക്കിയത് വൺ ഡേ അറ്റ് എ ടൈം എന്നുള്ള ആ ഒരു കാര്യം തന്നെയായിരുന്നു. അതും എനിക്ക് ആൽക്കോഹോളിക്സ് അനോണിമസ് എത്തിയപ്പോൾ കിട്ടിയ മാറ്റമാണ്. അതുപോലെ തന്നെ അതിനകത്ത് ഈ പ്രോഗ്രാമിന്റെ കാര്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞ ആ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് എന്നെ ഒന്ന് വിലയിരുത്താൻ അല്ലെങ്കിൽ ആത്മപരിശോധന നടത്താൻ ഒരു അവസരം. ആൽക്കഹോളിക്സ് അനോണമസിന്റെ 12 പടികൾ തരുന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓ, അത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഒറ്റ വാചകത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കൂടിയും മദ്യപാനി ഞാൻ എന്തുകൊണ്ട് മദ്യപാനിയായെന്നും അത് അതുമൂലം എന്നിൽ എന്തെല്ലാം വൈകല്യങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തിരിച്ചറിയാനും അത്തരം കാര്യങ്ങളെ ക്രമപ്പെടുത്താനും ഇത്രയും നാൾ കുടിച്ചു നടന്നപ്പോഴത്തേക്കുണ്ടായ വ്യക്തിബന്ധങ്ങളിലുള്ള തകർച്ചകളെ കൃത്യമായി വിലയിരുത്തി അതിനുവേണ്ട പരിഹാരങ്ങൾ ചെയ്യാനും തുടർന്ന് അങ്ങോട്ട് ഇനിയും സംഭവിക്കാവുന്ന കാര്യങ്ങൾക്കെല്ലാം ക്രമീകരണങ്ങൾ നടത്താനും അതിനു വേണ്ടിയിട്ടുള്ള ഊർജ്ജമൊക്കെ ആ വലിയ ശക്തിയിൽ നിന്ന് ആർജിച്ചെടുക്കാനും അതുവഴി എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാനും ഒക്കെ കിട്ടുന്ന ഒരു അവസരം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിന്റെ പാതയിലുണ്ടെന്ന് പറയുമ്പോൾ അവിടെയാണ് യഥാർത്ഥ ആത്മീയ തല ഒളിഞ്ഞിരിക്കുന്നതെന്ന് പറയാം. സ്വാർത്ഥ താല്പര്യം മാത്രം ഉള്ളിൽ വെച്ചുകൊണ്ട് ഭാര്യയോടും മക്കളോടും പോലും അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് എന്റെ കാര്യത്തിന് മാത്രം പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിത രീതിയിൽ നിന്ന് മാറിയിട്ട് മറ്റുള്ളവരെ കൂടെ കാണാനും കേൾക്കാനും പരിഗണിക്കാനും പറ്റുന്ന അവസ്ഥയിലേക്ക്, കഴിയുമെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അവർക്കൂടെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതത്തെ മാറ്റി മറിച്ച ഒരു പ്രവൃത്തിയാണ് 12 പടികളിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആത്മപരിശോധനയ്ക്കുള്ള ഒരു അവസരം, ആ ഒരു ആത്മീയ അനുഭവം ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസരവും അതും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ വന്ന മാറ്റമാണ്, എത്തിയപ്പോൾ കിട്ടിയതാണ്. ഇതിന്റെ എല്ലാം ഫലമായിട്ട് ആത്മവിശ്വാസം ആർജിച്ചെടുക്കാൻ പറ്റി എന്നുള്ളതാണ്, വീണ്ടെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ എന്നിൽ ഉണ്ടായിരുന്ന ആ ഒരു ആത്മവിശ്വാസം ഭയത്തിന്റെ പേരിലേറി മദ്യം ഇങ്ങനെ എൻ്റെ ഉള്ളിൽ എത്തിയപ്പോൾ പൂർണ്ണ തോതിൽ നഷ്ടപ്പെട്ടു പോയിരുന്നു എന്നുള്ളതാണ്. എന്നെ കൊണ്ട് കഴിയത്തില്ല, ആ സെൽഫ് പിറ്റിയൊക്കെ വല്ലാതെ ബാധിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഓ എനിക്ക് പറ്റത്തില്ല, എന്നെ കൊണ്ട് കഴിയത്തില്ല, എന്തിനും ഒരു ഒരു കാര്യം സാധിക്കാൻ ഒരിടത്ത് പോയി ചേർണമെങ്കിൽ ആരെങ്കിലും ഒരാളിനെ കൂട്ടുപിടിക്കാതെ പറ്റാത്തൊരവസ്ഥയിലേക്ക് അത്രത്തോളം താഴേക്ക് പോയിരുന്ന ഒരവസ്ഥയിൽ നിന്നും ആത്മവിശ്വാസത്തെ വീണ്ടെടുക്കാൻ ആൽക്കഹോളിക്സ് അനോണിമസിനകത്തുള്ള യാത്രയിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ആ യഥാർത്ഥ ദൈവത്തെ, ആ ഹയർ പവറിനെ, ആ സുപ്രീം പവറിനെ, ആ ദൈവത്തെ കണ്ടെത്താൻ ആ ഒരു ആത്മീയ ശക്തി തിരിച്ചറിയാനുള്ള ഒരു അവസരം. ദൈവവിശ്വാസവും ഈശ്വരവിശ്വാസവും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നെങ്കിൽ കൂടിയും യഥാർത്ഥ ദൈവത്തെ കണ്ടെത്താൻ ഒരു അവസരം ഉണ്ടായത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ വന്നപ്പോഴത്തേക്കാണ്. കാര്യങ്ങളെ വളരെ ലളിതമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈസി ഡെസിറ്റ് എന്നുള്ള ഒരു കാര്യം അത് പറഞ്ഞു കേട്ടപ്പോൾ വളരെ ലളിതമായിട്ട് തോന്നിയെങ്കിലും എന്റെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന, ഞാൻ അങ്ങോട്ട് മദ്യത്തെയൊക്കെ മാറ്റി നിർത്തി യാത്ര തുടങ്ങി കഴിഞ്ഞപ്പോൾ വരുന്ന ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന വലുതും ചെറുതുമായ വലിയ പ്രശ്നങ്ങളെയൊക്കെയും വളരെ ലളിതമായിട്ട് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസരം. അതിന്റെ വസ്തുനിഷ്ഠാപരമായ കാര്യങ്ങളെ കണ്ടറിഞ്ഞ് അതിന്റെ പ്രയോറിറ്റി വൈസ് കാര്യങ്ങൾ തരംതിരിച്ച് അതിന് ഞാൻ എന്ത് ഇമ്പോർട്ടന്റ് ആണ് കൊടുക്കേണ്ടതെന്നുള്ള കണ്ടറിഞ്ഞ് പെരുമാറി കൊണ്ടുപോകാനുള്ള ഒരു അവസരമൊക്കെ തീർച്ചയായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിന്റെ പാതയിൽ ആർജിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ആവശ്യമുള്ളിടത്ത് നമ്മൾ കൃത്യമായി ഇറങ്ങി സംസാരിക്കാനും ആവശ്യമില്ലാത്തിടത്ത് മാറി നിൽക്കാനും ഒക്കെ പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഈ കാര്യങ്ങളെ ലളിതമായി കൈകാര്യം ചെയ്യാനും അതുപോലെ തന്നെ ജീവിക്കാനും മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കാനും, ലിവ് ആൻഡ് ലെറ്റ് ദം ലിവ് എന്നാ പറഞ്ഞെന്ന്. അപ്പോ എനിക്ക് എന്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി, ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയേണ്ടതില്ല, എന്നാൽ ഞാൻ എല്ലാവരുടെയും കാര്യം ശ്രദ്ധിക്കുന്നു നോക്കുന്നു എന്നൊക്കെയുള്ള ഒരു ധാരണയും മറ്റുള്ളവരുടെ മുമ്പിൽ അത്തരത്തിലൊരു പ്രകടനമൊക്കെ നടത്തിയിട്ട് എന്റെ താല്പര്യം മാത്രം പരിഗണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്നുള്ളതാണ്. പക്ഷെ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഞാൻ ജീവിക്കുന്നതിനോടൊപ്പം എൻ്റെ ഒപ്പം ഉള്ളവരെ കൂടെ ജീവിക്കാൻ ഒരു അവസരം കൊടുക്കാനും തുടർച്ചയായി മീറ്റിങ്ങിലൂടെ യാത്ര ചെയ്യാനുള്ള ഒരു അവസരം മെനഞ്ഞെടുക്കാനും
ആൽക്കോളിക്സ് അനോണിമസിനകത്തുള്ള യാത്രയിൽ കിട്ടിയ മാറ്റമായിട്ട് കണ്ടെത്താം. ആദ്യമായിട്ട് കൂട്ടായ്മയിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരിക്കലും കഴിയാതിരുന്ന ആ ഒരു മദ്യത്തെ ഒന്ന് മാറ്റി വെക്കാനുള്ള ഒരു അവസരം കൂട്ടായ്മയിൽ എത്തിയപ്പോഴാണ് നേടിയെടുക്കാൻ പറ്റിയത്. അത്തരം കാര്യങ്ങൾ പിന്നീടുള്ള നിരന്തരമായ യാത്രയിലൂടെയാണ് എനിക്ക് ആർജിച്ചെടുക്കാൻ പറ്റിയത്. അത്തരത്തിലുള്ള നിരന്തരമായ യാത്രയിലൂടെയാണ് ഇത്തരത്തിൽ ആൽക്കോഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിന് എന്നിൽ ഇത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് എനിക്ക് മുന്നേ പോയവരുടെ അനുഭവങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കിയെടുക്കാനും അതുവഴി ആ പ്രോഗ്രാമിനെ സ്വായത്തമാക്കാനുള്ള ഒരു ശ്രമം നടത്താനും ഒക്കെ എനിക്ക് അവസരം ഒരുങ്ങിയത് നിരന്തരമായ യാത്രയുടെ ഫലമായിട്ടാണ്. അതുകൊണ്ട് തന്നെ കീപ് കമ്മിങ് ബാക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ഞാൻ എല്ലാ ദിവസവും കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. അത് ഇത്തരം കാര്യങ്ങൾ ക്രമപ്പെടുത്തി ജീവിതത്തിൽ കൊണ്ടെത്തിക്കാൻ പറ്റിയപ്പോഴത്തേക്കാണ് സന്തോഷകരമായ ജീവിതം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. മദ്യമില്ലാതെ ലഭിക്കുന്ന സന്തോഷങ്ങൾ പല രീതിയിലുമുണ്ട്. ആ, അപ്പൊ അത്തരം സാഹചര്യങ്ങളെ ഞാൻ വേണ്ട രീതിയിൽ വിനിയോഗിക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ജീവിതത്തിൽ കൂടുതൽ മദ്യമില്ലാത്തൊരവസ്ഥയെന്ന് സന്തോഷകരമായ അവസ്ഥയിലേക്ക് ജീവിതത്തെ ക്രമപ്പെടുത്താൻ പറ്റിയത്. ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ മദ്യപിക്കുന്ന കാലയളവിൽ സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരിക്കാൻ പറ്റില്ല. ഏറ്റവും കൃത്യമായി പറഞ്ഞാൽ ഒരിക്കലും വീട്ടിലിരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു എന്നുള്ളതാണ്. ഞാൻ അത്തരത്തിൽ ഒരുപാട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ ബാക്കി നാട്ടുകാരും എല്ലാവർക്കും കാണുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നു, കുടുംബം കൊണ്ട് നടക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷെ ഇതൊക്കെ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമായിരുന്നു. എനിക്ക് മദ്യമില്ലാതെ ഒരു കുറച്ചു നേരം വീട്ടിനകത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കാനോ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനോ ഒരു മൂവിക്ക് പോയാൽ പോലും അത് പൂർണ്ണമായിട്ട് അവിടെ ഇരുന്ന് കാണാനുള്ള ഒരു മാനസികാവസ്ഥ മദ്യമില്ലാതെ എനിക്കില്ലായിരുന്നു എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ഞാൻ പലപ്പോഴും തിയേറ്ററിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി മദ്യം കഴിച്ചിട്ട് വീണ്ടും വന്ന് കയറിയിരിക്കുന്ന അവസ്ഥ കുടുംബത്തോടൊപ്പം ഉള്ളപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാര്യം എനിക്ക് അങ്ങനെ അവരോടൊപ്പം മദ്യമില്ലാതെ ഇരിക്കാൻ കഴിയത്തില്ലായിരുന്നു. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ എത്തിയതിനു ശേഷം കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള ഒരു സമയം കണ്ടെത്താൻ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ തുടങ്ങി എന്നുള്ളതാണ്. കുറ്റബോധമില്ലാതെ രാവിലെ എഴുന്നേക്കാനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ കണക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഇന്നലെ രാത്രി എപ്പോൾ വന്നു, എന്ത് കഴിച്ചു, കുളിച്ചിട്ടൊക്കെ ആണോ കിടന്നത്. എന്റെ പ്രധാന പ്രശ്നങ്ങൾ അതൊക്കെയായിരുന്നു. രാവിലെ ഉറക്കം ഞാൻ ഇന്നലെ രാത്രി ആഹാരം കഴിച്ചിട്ടുണ്ടായിരുന്നോ, കുളിച്ചായിരുന്നോ. ഞാൻ ഞാനും ഭാര്യയും രണ്ട് കൊച്ചുകുട്ടികളും മാത്രമേ വീട്ടിലുള്ളതെന്ന്. അപ്പൊ ഞാൻ വീടൊക്കെ ഗേറ്റൊക്കെ പൂട്ടിയിട്ടൊക്കെ തന്നെയാണോ കയറി കിടന്നത്. അതൊക്കെ ഗ്രഹനാഥൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തങ്ങളാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തോന്ന് എനിക്ക് ഓർമ്മ പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഇന്നലത്തെ എന്റെ വിഷയങ്ങൾ ഭാര്യ എന്തെങ്കിലും പറയുമോ, എന്താണ് ഇന്നലെ സംഭവിച്ചത്, എന്തോ ഒരു സംസാരമൊക്കെ ഉണ്ടായല്ലോ എന്നൊക്കെ ഒരു ഓർമ്മകൾ മാത്രമാണ് ഉള്ളത്. അവിടെ നിന്നാണ് എഴുന്നേക്കുന്നത്. പക്ഷെ ആ സാഹചര്യത്തിൽ നിന്നൊക്കെ മാറിയിട്ട് കുറ്റബോധം ഇല്ലാതെ രാവിലെ എഴുന്നേക്കാനൊക്കെ ഉള്ള ഒരു അവസരങ്ങൾ കിട്ടി തുടങ്ങി. ഇതൊക്കെ ജീവിതത്തിൽ സന്തോഷം കുറേശ്ശെ കുറേശ്ശെ സന്തോഷം തരുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഒരു ആത്മാഭിമാനം തോന്നുന്ന രീതിയിൽ ജീവിതം മാറാനുള്ള ഒരു സാഹചര്യം കിട്ടി. എനിക്ക് എന്നെ പറ്റി തന്നെ വലിയ മതിപ്പൊന്നും ഇല്ലാതിരുന്ന ജീവിതത്തിൽ ഞാൻ വളരെ അടുക്കും ചിട്ടയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ജോലി സ്ഥലത്ത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നു. കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. കുട്ടികളെയും കൊണ്ട് പുറത്തു പോകാനും അവരുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറാനും ഒക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ എനിക്ക് എന്നെ തന്നെ എനിക്ക് ഒരു അഭിമാനം ഉണ്ടാവുന്ന ഒരു ആത്മാഭിമാനം ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് എനിക്ക് ജീവിതത്തെ മാറ്റി. അതുമൊക്കെ സന്തോഷം ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു അവസ്ഥ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഏറ്റവും അടുത്ത് പറയേണ്ട ഒരു കാര്യമായിരുന്നു അത് സാമ്പത്തിക അത് നിയന്ത്രണം. ഇത് രണ്ടുപേരുടെ മൈക്ക് ഇപ്പോഴും ഓൺ ആയിരിക്കുകയാണ്. അതൊന്ന് മ്യൂട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു നിയന്ത്രണം ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റിയത്. മറ്റേത് അനിയന്ത്രിതാവസ്ഥ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തിക അനിയന്ത്രിതാവസ്ഥ ഉണ്ടായിരുന്നിടത്ത് കാര്യങ്ങൾ ആവശ്യമുള്ള കാര്യമാണ് എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ച് വേണ്ടതാണോ വേണ്ടാത്തതാണോ അതിനാവശ്യമായിട്ടുള്ള ചെലവുകൾ ഒഴിവാക്കാൻ ആ, അത്തരത്തിൽ കൈകാര്യം ചെയ്യാൻ സാമ്പത്തിക നിയന്ത്രണം ജീവിതത്തിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. മദ്യപിച്ചിരുന്ന കാലയളവിൽ ഒരുപാട് സാമ്പത്തിക കളഞ്ഞു ഉണ്ടാക്കാൻ ഉള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തി എന്നുള്ള രീതിയിൽ പണത്തിന്റെ പിന്നാലെ ഓടിപ്പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഇതിനകത്ത് കണ്ടു ഞാൻ. അതൊക്കെ എനിക്കും എന്നെയും ബാധിച്ചിരുന്നു. പക്ഷെ അത് അങ്ങനൊന്നും അല്ല. വേണ്ട രീതിയിൽ കൃത്യമായി അതിനെ എന്താ പറയാ സെപ്പറേറ്റ് ആക്കി കൃത്യമായി മൂന്ന് സമയവും മൂന്നായിട്ട് കുടുംബത്തിന് വേണ്ടത് കുടുംബത്തിന്, കൂട്ടായ്മയ്ക്ക് വേണ്ടത് കൂട്ടായ്മയ്ക്ക്, തൊഴിലിന് വേണ്ട തൊഴിലിന് അത്തരത്തിൽ സമയത്തെ ക്രമപ്പെടുത്തി അത്തരത്തിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയപ്പോൾ എന്റെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഉള്ള നിയന്ത്രണങ്ങൾ കണ്ടെത്താൻ പറ്റി എന്നുള്ളതാണ്. അതുപോലെ തന്നെ സന്തോഷം പകരുന്ന മറ്റൊരു കാര്യമായിരുന്നു
മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സ് എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നൊരു കാര്യമാണ്. എനിക്ക് അങ്ങനെ വിരോധവും വൈരാഗ്യവും ഇല്ല. എനിക്ക് അതിനൊന്നും സമയം, എനിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. എനിക്ക് മറ്റുള്ള ഒരാളുടെയും കാര്യത്തിൽ ഞാൻ ഇടപെടാൻ പറ്റുന്നില്ല. പിന്നെ എന്റെ കാര്യത്തിൽ ആരും ഇടപെടരുത് എന്നുള്ളതായിരുന്നു എന്റെ പോളിസി. പക്ഷെ അവിടെ നിന്നൊക്കെ മാറിയിട്ട് മറ്റുള്ളവരെയൊക്കെ ഒന്ന് സഹായിക്കാൻ എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ എന്തെങ്കിലും എന്റെ ഒരു ഇച്ചിരി സമയം മെനക്കെടുത്തേണ്ടി വന്നാലും ഒരല്പം സാമ്പത്തികം എന്റെ കയ്യിൽ നിന്ന് ചിലവായി പോയാലും കുഴപ്പമില്ല. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അവരൊക്കെ പഠിക്കാൻ പൈസ കൊടുക്കാനോ അല്ലെങ്കിൽ ബുക്ക് മേടിച്ചു കൊടുക്കാൻ അത്തരം കാര്യങ്ങളൊന്നുമില്ല. പ്രധാനമായിട്ടും എന്നിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിസവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ സഹായിക്കുക എന്നുള്ള കാര്യം തന്നെയായിരുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്ന ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ്. അതും എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു കാര്യം. അത്തരത്തിൽ ഒരാളിനോട് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം, നമ്മളിപ്പോൾ മീറ്റിങ്ങിന്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ ഉൾക്കൊള്ളാൻ ഒരു മടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവരെ അങ്ങനെയല്ല, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം ഉണ്ടെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവരെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നമ്മൾ സ്നേഹമായിട്ടൊക്കെ ഒന്ന് പറയുമ്പോൾ കൂടെ വരുന്നവരാണെങ്കിൽ ഒന്ന് ക്ഷമയോടെ നിന്ന് അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് ഒന്ന് വിളിച്ചിട്ട് അവരെ എടുത്തില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വിളിച്ച് നോക്കാൻ, അവരെ ഒന്നുകൂടെ ഒന്ന് പോയി കണ്ട് അവരെ കൂട്ടിക്കൊണ്ട് മീറ്റിങ്ങിലൊക്കെ വന്ന് അവരവരുടെ ആ ഒരു തിരിച്ചറിവ് അവർ പറയുമ്പോൾ അയ്യോ ഞാനത് ആദ്യം മനസ്സിലാക്കാൻ പറ്റില്ല, ഇപ്പോൾ തീർച്ചയായിട്ടും എന്റെയും ജീവിതത്തിൽ സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ അറിയുമ്പോഴത്തേക്ക് അത് നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം തീർച്ചയായിട്ടും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുള്ളിൽ വന്നപ്പോഴത്തേക്കും ഈ സന്തോഷം ജീവിതത്തിൽ കണ്ടെത്താൻ ഒരു അവസരം കിട്ടിയെന്നുള്ളതാണ്. മുമ്പ് സന്തോഷം ബോട്ടിൽ തേടി നടന്നായിരുന്നെങ്കിൽ ഇന്നിപ്പോ സന്തോഷം മനസ്സിൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു അവസരം പറ്റി. ഈ ബോട്ടിലിനകത്താണ് സന്തോഷം കണ്ടത്, പക്ഷെ ഇന്ന് എൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് മനസ്സിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ഇന്ന് അവസരം ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം ജീവിതത്തിൽ, എന്തിലൊക്കെയാ നമുക്ക് ജീവിതത്തിൽ സ്വാതന്ത്ര്യം വേണ്ടത്? കുടിക്കണമെന്നുള്ള നിർബന്ധത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. മറ്റേത് എപ്പോഴെങ്കിലുമൊക്കെ കുടിക്കാനുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിനും പ്രസക്തിയില്ല. പിന്നെ കുടിച്ചിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചോളം ഞാൻ അത്രത്തോളം മദ്യത്തില് വഴിയിലൊക്കെ വീണ് കിടക്കുന്ന ഒരു കുടിയനൊന്നും ആയിരുന്നില്ല ഞാൻ. ഞാൻ മദ്യപിച്ചിട്ട് റോഡ് വക്കിലായി പോവുക അല്ലെങ്കിൽ വഴക്കോ ബഹളോ അടിപിടിയോ ഒന്നും ഉണ്ടാക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷേ എപ്പോഴും മദ്യപിച്ച് നടക്കുന്ന ഒരാളായിരുന്നു. അവസാനത്തെ 4-5 വർഷത്തെ എന്റെ മദ്യപാന ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തുടങ്ങുന്ന കുടി അവസാനം രാത്രി വരെ ഉണ്ടായിരുന്നില്ല. കുറേശ്ശെ കുറേശ്ശെ നിരന്തരം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കണമെന്നുള്ള ചിന്ത ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കുടിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ അത്തരത്തില് ആ ഒരു നിർബന്ധത്തിൽ നിന്ന് എനിക്ക് മാറാൻ ഇന്ന് അങ്ങനെ ആ ഒരു കൂട്ടായ്മയിലെത്തി കാര്യങ്ങൾ ഉൾക്കൊണ്ട് പുറത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുടിക്കണമെന്നുള്ള ഒരു ചിന്തയൊക്കെ പിന്നെ ഉള്ളിൽ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ അത് പിന്നെ കുടിയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് സ്വാതന്ത്ര്യം കിട്ടുന്നത് കുടിക്കണം എന്നുള്ള ആ നിർബന്ധത്തിൽ നിന്നാണ്. പിന്നീട് അതുപോലെ തന്നെ അതിന്റെ കൂടെ ചെന്ന് ചേർന്ന് നിൽക്കുന്ന ഒന്നായിരുന്നു കള്ളം പറയുന്നതിൽ നിന്നും സ്വാതന്ത്ര്യം നേടാൻ പറ്റി എന്നുള്ളത്. നുണയെന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയ ആളായിരുന്നു എന്നുള്ളത്. ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത്. മദ്യപിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുക്കാൻ, മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുള്ള രക്ഷപിടിയലിന് വേണ്ടിയിട്ട്, മദ്യത്തിന്റെ ലഹരി ഇറങ്ങുന്ന സമയം മറ്റുള്ളവരിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളിൽ 99% നുണ പറച്ചിലുകളായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങോട്ട് പോയാൽ അങ്ങോട്ട് പോയി, എവിടെയെന്ന് വെച്ചാൽ എവിടെ ഇല്ല. അത് അത്തരത്തിൽ എപ്പോഴും 24 മണിക്കൂറും ആര് ചോദിച്ചാലും കള്ളങ്ങൾ മാത്രം, നുണ മാത്രം പറഞ്ഞ് ജീവിച്ചിരുന്ന ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിലെത്തി കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം അനുഭവിച്ചു തുടങ്ങിയപ്പോൾ കള്ളം പറയുന്നതിൽ നിന്നും കൂടി എനിക്ക് സ്വാതന്ത്ര്യം നേടാൻ പറ്റി എന്നുള്ളതാണ്. ഒപ്പം കിട്ടിയ മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്ന ഭയം, 24 മണിക്കൂറും എന്നെ വേട്ടയാടിയിരുന്ന ഭയത്തിൽ നിന്നും എനിക്ക് മുക്തി നേടാൻ പറ്റി. ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളതിന്റെ ഒരു തോന്നലുണ്ടായിരുന്നു. ഒറ്റപ്പെടലിന്റെ രോഗം എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. എല്ലാരാലും ചുറ്റപ്പെട്ട് നിൽക്കുമ്പോഴും എന്നെ ആരും പരിഗണിക്കുന്നില്ല, എന്റെ കാര്യങ്ങൾ ആരും കേൾക്കുന്നില്ല എന്നുള്ള രീതിയിൽ 24 മണിക്കൂറും പരാതിയും പരിവട്ടവും മാത്രമായിട്ട് നടന്നിരുന്ന എനിക്ക് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ഒപ്പം ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്നുള്ളൊരു തോന്നല്. അപ്പൊ അത്തരത്തിൽ ആ ഒറ്റപ്പെടലിൽ നിന്നും കൂടെ സ്വാതന്ത്ര്യം കിട്ടി. അതുപോലെ തന്നെ അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ മറ്റൊരു അവസ്ഥയായിരുന്നു ആത്മനിന്ദ, സെൽഫ് പിറ്റി, സ്വയാനുകമ്പ. അതിൽ നിന്നുള്ള രക്ഷപ്പെടിയില്, അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. കാര്യം എപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ എന്നെ വല്ലാതെ പിടിമുറുക്കിയിരുന്നു എന്നുള്ളതാണ്. എന്ത് കാര്യം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിനൊന്നുമുള്ള കഴിവില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇനി അതൊന്നും പറ്റത്തില്ല. അപ്പൊ ആ ഒരു തുടക്കത്തിലേ ഞാൻ അതിന്റെ മുനയൊടിച്ച് കളഞ്ഞിട്ട് ഇറങ്ങി മാറി നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അത്രത്തോളം ആത്മനിന്ദ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ പട്ടിക എടുത്ത് എഴുതുമ്പോഴത്തേക്ക് കുടിക്കണമെന്നുള്ള നിർബന്ധത്തിൽ നിന്ന് എനിക്ക് മാറി നിൽക്കാൻ പറ്റി, കള്ളം പറയുന്നതിൽ നിന്നും മാറി നിൽക്കാൻ പറ്റി, ഭയത്തിൽ നിന്നും മാറി നിൽക്കാൻ പറ്റി.
ഒറ്റപ്പെടലിൽ നിന്നും ആത്മനിന്ദയിൽ നിന്നും എനിക്ക് മാറി നിൽക്കാൻ പറ്റി. അപ്പോ ശരിക്കും യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശരിയായ തീരുമാനം എടുക്കാനുള്ള കഴിവ് ആർജിച്ചെടുക്കാൻ പറ്റി എന്നുള്ളതാ. വിവേകം, പ്രാർത്ഥനയിൽ പറയുന്ന ഇവയെ തമ്മിൽ തിരിച്ചറിയാനുള്ള വിവേകം തരണേ എന്നുള്ള അത്തരത്തിൽ വിവേകം എനിക്ക് ആർജിച്ചെടുക്കാൻ പറ്റി. ഒരു കാര്യം എടുക്കുമ്പോഴത്തേക്ക് അതിന് ഞാൻ അവിടെ ഇറങ്ങി പറയേണ്ടതുണ്ടോ, ഞാൻ അതിനകത്ത് ഇടപെടേണ്ടതാണോ, അതോ ഞാൻ മാറി നിൽക്കേണ്ടതാണ്? തീർച്ചയായിട്ടും ഇടപെടേണ്ട കാര്യങ്ങളിൽ പലപ്പോഴും ഭയം കൊണ്ട് ഞാൻ മാറി നിന്ന അവസ്ഥയുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഇടപെടേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ പോയി എന്റെ അഭിപ്രായം പറഞ്ഞിട്ട് അത് എന്റെ തലയിലായി പോകുന്ന അവസ്ഥ എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വിവേകപൂർവ്വം പെരുമാറാനും ശരിയായ തീരുമാനം എടുക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് ജീവിതത്തിൽ കിട്ടിയെന്നുള്ളതാണ്. ഒപ്പം മനസമാധാനം. ആവശ്യമില്ലാത്തടത്ത് എല്ലാം പോയി തലയിട്ടിട്ട് ഒരു സമാധാനവും ഇല്ലാതെ എപ്പോഴും ടെൻഷൻ അടിച്ച്, അതിനൊക്കെ ശാരീരികമായിട്ടുള്ള അലർജിയുടെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനകത്തൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും എപ്പോഴും അത്തരത്തിലായിരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് മനസമാധാനം എന്തെന്ന് ജീവിതത്തിൽ അറിയാൻ അതുവഴിയുള്ള ഒരു സ്വാതന്ത്ര്യത്തിന് കിട്ടി. അതോടൊപ്പം തന്നെ ഈ സെൽഫ് പിറ്റിയിൽ നിന്നും ആ സ്വയം സ്നേഹിക്കാനുള്ള ഒരു കഴിവിലേക്ക് എനിക്ക് മാറാൻ പറ്റിയെന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ കണക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിനെയൊക്കെ പരിഗണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോയി എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്നെ സ്വയം സ്നേഹിക്കാനുള്ള, എന്നെ തിരിച്ചറിയാൻ ഒരു അവസരം കിട്ടിയപ്പോ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിന്റെ പാതയിൽ എനിക്ക് എന്നെ തിരിച്ചറിയാൻ ഒരു അവസരം കിട്ടിയപ്പോ അതുവഴി എനിക്ക് എന്നെ സ്നേഹിക്കാനും കൂടെ ഉള്ള സ്വാതന്ത്ര്യമാണ്. അപ്പോ ശരിക്കും സന്തോഷവും സ്വാതന്ത്ര്യവും പല തലങ്ങളിലും എന്നിൽ എത്തുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ അപ്പൊ സന്തോഷകരമായ, ആനന്ദകരമായ, സ്വതന്ത്രമായ ഒരു ജീവിതം ആൽക്കഹോളിക്സ് അനോണിമസിനകത്ത് എത്തിയിട്ട് കൃത്യമായി കാര്യങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി ചെയ്യുന്നതിലൂടെ എനിക്ക് ആർജിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു അറിവ് എനിക്ക് ഇതിനകത്ത് നിന്ന് പകർന്നു കിട്ടി. അതിനെ പരിശീലിച്ച് എന്റെ ജീവിതത്തിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ഉത്തരവാദിത്വം. അപ്പൊ എനിക്ക് ഈ യാത്രയിൽ പുതുതായിട്ട് എത്തുന്നവരടുത്ത് പറയാനുള്ള ഒരു സന്ദേശം, എന്റെ ജീവിത അനുഭവം കൊണ്ട് പറയാനുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്, ഈ ഒരു സാഹചര്യം തീർച്ചയായിട്ടും സാധ്യമാണ്. എത്ര തന്നെ പ്രശ്നത്തിൽ അത് ആണ്ടുപോയ മദ്യാസക്തനാണെങ്കിൽ തന്നെയും മദ്യത്തിൽ നിന്ന് മാറി നിന്ന് ഇത്തരത്തിൽ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും, എന്തിലും സ്വാതന്ത്ര്യം, എല്ലാത്തിനും ഉപരിയായിട്ട് സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള ഒരു അവസ്ഥയും സാധ്യമാണ് എന്നുള്ളതാണ്. എത്ര തന്നെ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലുള്ള ഒരു മദ്യാസക്തനാണെങ്കിൽ കൂടിയും അത്തരം സാഹചര്യങ്ങളിൽ നിന്നൊക്കെയും തിരിച്ചു കയറി വന്ന് വളരെ വൃത്തിയുള്ള, വളരെ ക്വാളിറ്റിയുള്ള ഒരു ലൈഫിന് അവസരം ഇവിടെ ഉണ്ട് എന്നുള്ളത്, ഇതിവിടെ സാധ്യമാണ് എന്നുള്ളതാണ്. എന്റെ ജീവിതമാണ് അതിന് സാക്ഷ്യം. ഞാൻ പറയുന്ന കാര്യം, എല്ലാ കാര്യങ്ങളിലും വളരെ അടുക്കും ചിട്ടയോടെ കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസരം നിരന്തരമായി ഈ യാത്ര സാധ്യമാക്കി തരുന്നു എന്നുള്ളതാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ റിക്കവറി മീറ്റിംഗിലൂടെയുള്ള നിരന്തര യാത്ര കൊണ്ടല്ല, അത് നിർബന്ധമായി എനിക്ക് അനിവാര്യമാണ്. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിലൂടെയുള്ള നിരന്തരമായ യാത്ര ഇതെനിക്ക് സാധ്യമാക്കി തന്നു. അതുകൊണ്ട് ഇത് ഏതൊരു മദ്യാസക്തനും സാധ്യമാണ്. അതുപോലെ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു തോന്നല്, അതിന് ഇവിടെ അവസരം ഉണ്ടെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റപ്പെടലിന്റെ രോഗമാണെന്നുള്ള കാരണം നമുക്ക് വല്ലാതെ ബാധിച്ചിരിക്കുന്ന ഒരു മനസ്സാണ് നമ്മളുടേത്. അതുകൊണ്ട് തന്നെ എല്ലാവരാലും ചുറ്റപ്പെട്ട് നിൽക്കുമ്പോഴും ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്ന ഒരു അവസ്ഥയാണ് ജീവിതത്തിലുള്ളത്. പക്ഷേ യഥാർത്ഥത്തില് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങളോടൊപ്പം, നിങ്ങളെ തോളോട് തോൾ ചേർന്ന് നിന്ന് യാത്ര ചെയ്യാൻ, നിങ്ങൾ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. മദ്യപാ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. മദ്യത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട് പല ശ്രമങ്ങളും നമ്മൾ നടത്തുക, ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നുണ്ട്, മറ്റു പല മാർഗങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. കണ്ടീഷണലി സോബ്രൈറ്റി എന്നൊക്കെ പറഞ്ഞ് പല ടേം നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അത്തരത്തിലൊരു മദ്യത്തിൽ നിന്ന് മാറി കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് മദ്യപിച്ചു പോകുന്ന ഒരു അവസ്ഥ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളോടൊപ്പം യാത്ര ചെയ്ത ഒരു അത്ര സുഖകരമായിട്ടുള്ള ഒരു അനുഭവം ആയിരിക്കില്ല നമുക്ക് തരുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ വീട്ടുകാരൊക്കെ വീണ്ടും സ്നേഹമായിട്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കൊണ്ടുവരുമായിരിക്കും. ഒന്നുകൂടെ കുടിച്ചു പോയാലോ, ഒരിക്കൽ കൂടെ കുടിച്ചു പോയാലോ, പൂർണ്ണമായിട്ടും അവർ പുറന്തള്ളുന്ന ഒരു അവസ്ഥ വരും. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളില് അതുകൊണ്ട് വീണ്ടും കുടിക്കാനുള്ള ഒരു അവസരമായിട്ട് കാണുകയെന്നല്ല, ഏത് സാഹചര്യത്തിലും കുടി നിർത്തണമെന്ന ആഗ്രഹം മാത്രം മതി നിങ്ങൾക്ക് ഈ കൂട്ടായ്മയുടെ യാത്രയാന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു സാഹചര്യത്തിലും നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ എന്ത് അവസ്ഥയായിക്കോട്ടെ,
നിങ്ങളുടെ ജീവിതത്തിൽ മദ്യം മൂലം എന്ത് സാഹചര്യത്തിലോ നിങ്ങൾ ആയിക്കോട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കാവില്ല, നിങ്ങളോടൊപ്പം ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും എന്നുള്ളതാണ്. ആകെ നിങ്ങൾക്ക് നമുക്ക് ഇതിനകത്ത് ചെയ്യാവുന്നത്, പുതുതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് ഞാനിത് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് ആകെ കൂടി നമുക്ക് ചെയ്യാവുന്ന ഒരു ദിവസം മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളതാണ്. ഇന്ന് ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നാളെ തയ്യാറാക്കിയാൽ മതി. കഴിഞ്ഞുപോയ ഇന്നലെകളെ പറ്റിയോ വരാനിരിക്കുന്ന നാളെയോ പറ്റിയോ നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. ഇന്നത്തെ ഒരൊറ്റ ദിവസത്തേക്ക് വേണ്ടി മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെയും സാധ്യമാകും എന്നുള്ളതാണ്. നിരന്തരമായി മീറ്റിംഗിൽ തുടരുക എന്നുള്ളതാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ, റിക്കവറി മീറ്റിംഗിൽ നിരന്തരമായി എത്തുമ്പോൾ അതുവഴി പ്രോഗ്രാമിലേക്കുള്ള യാത്ര വളരെ സുഖകരമായി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് സഹായം ചോദിക്കാൻ മടിക്കരുത് എന്നുള്ളൊരു കാര്യവും. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം നമ്മളുടെ ഉള്ളില് നമുക്ക് എപ്പോഴും ഈ ആ, ആ ടെൻഷൻ, ആ ഭയം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ കൂടിക്കലർന്നിട്ട് മറ്റൊരാളിനോട് ഒരു കാര്യം ചോദിക്കാനുള്ള ഒരു മടി പോലും നമ്മളെ വല്ലാതെ ബാധിച്ചു പോകും. അതുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ എത്തുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും സഹായം ചോദിക്കാൻ മടിക്കരുത്. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളിൽ തോന്നുന്ന സമയത്ത്. അപ്പോൾ ഉറപ്പായിട്ടും പറയുന്നു, പുതുതായിട്ട് വന്നവരോട് പറയാനുള്ളത്, ഇത് സാധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും, ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ട് അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അവരോട് വിരോധം തോന്നിയൊന്നും ഒരിക്കലും നടക്കാൻ ശ്രമിക്കരുത്. അതൊക്കെ നമ്മളെ ഒറ്റയ്ക്കായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. അത് ഓൾറെഡി നമ്മൾ അത്തരത്തിൽ രോഗമുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനെയും ഉൾക്കൊണ്ട് കാര്യങ്ങൾ ചേർന്ന്, ഐക്യത്തെ ആശ്രയിച്ചിട്ടാണ് വ്യക്തിപരമായ മോചനം എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ പാരമ്പര്യം തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കല്ല, കൂട്ടത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുക. ഒരൊറ്റ ദിവസത്തേക്ക് മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മീറ്റിംഗിൽ നിരന്തരം യാത്ര ചെയ്യുക. സഹായം ആവശ്യമാകുന്ന അവസരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടാകുന്ന സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന സുഹൃത്തിനോട് അത് പറയാൻ തയ്യാറാവുക, അല്ലെങ്കിൽ സഹായം ചോദിക്കാൻ തയ്യാറാവുക. ആൽക്കഹോളിക്സ് അനോണിമസ് കുടി നിർത്താൻ മാത്രം പഠിപ്പിച്ച ഒരു പ്രോഗ്രാം ഒന്നുമല്ല. അതിനപ്പുറത്ത് അത് ജീവിക്കാൻ കൂടി പഠിപ്പിച്ചു തരുന്ന ഒരു പ്രോഗ്രാമാണ്. ജീവിതം, എങ്ങനെ ജീവിതം ജീവിക്കാം എന്നുള്ള ഒരു കാര്യം നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം. നമ്മൾ തീർച്ചയായിട്ടും, ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും കൂട്ടായ്മയിലേക്ക് കടന്നു വന്നത് മദ്യത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഇത്ര ദൂരം യാത്ര ചെയ്തു, ഞാൻ കൂട്ടായ്മയിൽ കുറച്ച് 7 വർഷവും 11 മാസവും 17-18 ദിവസം ആവുന്നതേ ഉള്ളൂ. ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും ഒരു ചെറിയ കാലയളവ് എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു, ഈ ഒരു ചെറിയ കാലയളവിനുള്ളിൽ ആൽക്കഹോളിക്സ് അനോണിമസിനകത്തുള്ള യാത്രയിൽ ഞാൻ പഠിച്ചത് കുടി നിർത്താൻ മാത്രമല്ല, അതിനപ്പുറത്ത് ജീവിക്കാനും കൂടി പഠിക്കാൻ പറ്റുന്ന ഒരു അവസരം ഇതിനകത്ത് ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. അതിങ്ങനെ പ്രോഗ്രസീവ് ആണ്, ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കുക. നാൾക്ക് നാൾ ഇങ്ങനെ പഠിച്ച് 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 ഓരോ വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഞാൻ എങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടത്, ഇനിയും 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 എനിക്ക് അത് നന്നായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, ഒരാളിനോട് എനിക്ക് എങ്ങനെ നന്നായിട്ട് പെരുമാറാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, ക്ഷമിക്കാൻ പറ്റും, ഒരാളിനെ എനിക്ക് നന്നായിട്ട് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, എന്റെ കുടുംബത്തിൽ എനിക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും, എനിക്ക് എന്നെ എങ്ങനെ നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റും, എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ എങ്ങനെ ഏറ്റവും വൃത്തിയായിട്ട് എനിക്ക് ചെയ്യാൻ കഴിയും. അത്തരത്തിൽ ഓരോ വിഷയങ്ങളിലും കൂടുതൽ കൂടുതൽ ജീവിക്കാൻ പഠിപ്പിച്ചു തരുന്ന ഒരു പ്രോഗ്രാമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം. ശരിക്കും സോബറിറ്റി ഈസ് നോട്ട് ദ എൻഡ് ഓഫ് എൻജോയ്മെന്റ്. സോബറൈറ്റി ഈസ് നോട്ട് ദ എൻഡ് ഓഫ് എൻജോയ്മെന്റ്. സന്തോഷത്തിന്റെ ഒരു അവസാന വാക്കല്ല, സുബോധത്തിന്റെ സന്തോഷത്തിന്റെ അവസാന വാക്കല്ല, മറിച്ച് ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ റിയൽ ഫ്രീഡം ആൻഡ് പീസ് എന്നുള്ളതാണ്. സ്വാതന്ത്ര്യത്തിന്റെ സമാധാനത്തിന്റെ ആരംഭമാണെന്നുള്ളതാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെ ആരംഭമാണ് സുബോധം എന്ന് പറയുന്നത്. സോബറിറ്റി ഈസ് നോട്ട് ദ എൻഡ് ഓഫ് എൻജോയ്മെന്റ്, ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് റിയൽ ഫ്രീഡം ആൻഡ് പീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ സമാധാനത്തിന്റെ ആരംഭമാണ് മദ്യം മാറ്റിവെച്ച് നമ്മളിലേക്ക് ആദ്യമായി എത്തിപ്പെടുന്ന സുബോധം കൊണ്ട് നമുക്ക് പിന്നീട് ആർജിച്ചെടുക്കാൻ പറ്റുന്നത്. ഇപ്പൊ കുടിക്കാതിരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആദ്യത്തെ പടി തന്നെയാണ്, ആദ്യത്തെ ചുവടുവെപ്പ് തന്നെയാണ്. അതുവഴി നമ്മൾ എത്തിപ്പെടുന്നത് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും അവസരത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, കുടിക്കാതിരിക്കുമ്പോൾ അതുവഴി കിട്ടുന്ന സുബോധം അത് പരിപോഷിപ്പിച്ച് സന്തോഷകരമായ, ആനന്ദകരമായ, സ്വതന്ത്രമായ ഒരു ജീവിതം ജീവിക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റാൻ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ യാത്രയിൽ കഴിയുമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ കാര്യങ്ങളെ അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തിൽ കണ്ട് മനസ്സിലാക്കി
അവരവരാൽ കഴിയുന്ന രീതിയിൽ കുടിച്ച സമയത്ത് പലരും പല രീതിയിലാണ് കുടിച്ചിട്ടുള്ളത്. അവരവരുടെ കപ്പാസിറ്റിയും എന്തോ കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവരുടെ റിക്കവറിയിലും അവരവരുടെ കഴിവിനും പ്രാപ്തിക്കും ഒക്കെ അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എനിക്ക് പരിമിതി ഉണ്ടെന്നുള്ള ഒരു തോന്നലോ അല്ലെങ്കിൽ എനിക്കിതങ്ങ് പെട്ടെന്ന് ഇപ്പൊ ചെയ്തു തീർത്ത് കളയാന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടുതലോ ഒന്നും വേണ്ട. വളരെ എളിമയോടുകൂടി ക്ഷമയോടുകൂടി ലാളിത്യത്തോടുകൂടി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിനെ സമീപിച്ചു കഴിഞ്ഞാൽ സന്തോഷകരമായ ആനന്ദകരമായ സ്വതന്ത്രമായ ഒരു ജീവിതം നയിക്കാനുള്ള ഒരു അവസരം നമുക്ക് വളരെ ലളിതമായി നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. എന്റെ സമയത്തിന്റെ അവസാനത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു മോഡറേറ്റർ.